ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് റാസ്ബെറി പൈയിൽ നമുക്കൊരു ഡാക്ക് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് റാസ്ബെറി പൈയിൽ ഡാക്ക് നമ്മൾ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു പരിപാടിയല്ല, കുറച്ച് പാടാണ്. കമ്പ്യൂട്ടർ ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അത് കുറച്ച് എളുപ്പമാണ്, പക്ഷേ അത് അറിഞ്ഞൂടാത്ത ആൾക്കാർക്ക് ഒരല്പം പാടായിരിക്കും. അപ്പം ആദ്യം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റാസ്ബെറി പൈ 2ഓ 3ഓ 4ഓ നമുക്ക് വേണം. 3ഉം 4ഉം ആണ് ഞാൻ കുറച്ച് റെക്കമെൻഡ് ചെയ്യുന്നത്. റാസ്ബെറി പൈ 5ലോട്ട് ആരും പോകേണ്ട കാര്യം, അത് ഒത്തിരി പാടാണ് അത് ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് തലയ്ക്ക് വട്ടുപിടിക്കുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് നമുക്കത് ഒഴിവാക്കാം. പകരം നിങ്ങൾ റാസ്ബെറി പൈ 4 എടുത്താൽ മതി. ഒരു 1 GB 2 GB 4 GB ഇത്രയാണ് നമുക്ക് വേണ്ടത്. അതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് 1 GB വാങ്ങാനാണ് ക്യാഷ് ഉണ്ടെങ്കിൽ 1 GB എടുക്കുക, അല്ലെങ്കിൽ 2 GB ആണ് എടുക്കാൻ 2 GB. 4ലോട്ട് പോകേണ്ട ഒരു ആവശ്യമില്ല, അത് ചെറിയൊരു സ്പീഡ് വ്യത്യാസമേ വരുള്ളൂ. കാരണം റാസ്ബെറി പൈ വോളിയൂമിയോ വർക്ക് ചെയ്യാൻ 4 GB വരുന്ന ഒരു ആവശ്യം നമുക്കില്ല, ജസ്റ്റ് 2 GB തന്നെ മതിയാവും. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ റാസ്ബെറി പൈ 2 GB വെർഷനാണ് ഈ ഇരിക്കുന്ന സാധനം. ഒരു ഡാക്ക് നമുക്ക് വേണം. അത് ആ ഡാക്കാണ് മെയിൻ ആയിട്ടുള്ള ഒരു സാധനം. അപ്പോൾ ഇതിനകത്ത് ഞാൻ യൂസ് ചെയ്തത് റാസ്ബെറി പൈയുടെ ഡാക്ക് അല്ല, IQ Audioയുടെ ഡാക്കാണ്. റാസ്ബെറി പൈയുടെ സെയിം ഡാക്ക് നമുക്ക് കിട്ടുന്നത് സെയിം ചിപ്പ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് IQ Audio ഡാക്ക് ആണ് യൂസ് ചെയ്യുന്നത്. പൈ ഡാക്ക് പ്ലസ് ആണ് യൂസ് ചെയ്യുന്നത്. റാസ്ബെറി പൈ IQ Audio അതായത് റാസ്ബെറി പൈയിൽ ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഡാക്കാണ് ഇത്. നമ്മുടെ മെയിൻ സാധനമാണ് ഈ ഡാക്ക്. ഇതാണ് ഇതിൻ്റെ ഒരു ഹൃദയം എന്ന് പറയാവുന്നൊരു സാധനം. ഓക്കെ, കാര്യം ഇതിൻ്റെ ഹൃദയം സത്യം പറഞ്ഞാൽ ഇതാണ്. എന്നാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മൾ മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഹൃദയം എന്ന് ഉദ്ദേശിക്കുന്ന ഒരു സാധനം ഇതാണ്. ഈ ഡാക്കിൻ്റെ ഓഡിയോ ക്വാളിറ്റി എടുക്കുന്നതിന് വേണ്ടിയും ഓൺലൈൻ സ്ട്രീമിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പാട്ടൊക്കെ ഓൺലൈനായിട്ട് നമുക്ക് കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റാസ്ബെറി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് ആ ഒരു ഓഡിയോ ഇതിൻ്റെ അനലോഗ് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത് ഈ ഒരു ഡാക്ക് വഴിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഡിജിറ്റൽ സോഴ്സിനെ നമുക്ക് I2C പിന്നുകൾ വഴി നമുക്ക് ഔട്ടായിട്ട് കിട്ടുന്നത് അനലോഗ് സിഗ്നൽസായിട്ട് കൺവേർട്ട് ചെയ്തെടുക്കുന്ന ഒരു സാധനമാണ് ഈ ഡാക്ക് എന്ന് പറയുന്നത്. ഈ ഡാക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന ചിപ്പിൻ്റെ ഒരു ക്വാളിറ്റിയാണ്, നിങ്ങൾക്കത് അറിയായിരിക്കും. ഞാൻ കൂടുതൽ പറയുന്നില്ല, ചിപ്പിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് അതിൻ്റെ ഒരു ക്വാളിറ്റി മാറും. അല്ലോ ബോസ് ഡാക്ക് എന്നൊക്കെ പറയുന്ന ഡാക്കുകൾ കുറച്ചും കൂടെ ഹൈ എൻഡ് ഡാക്കാണ്. അത് നല്ല വിലയുണ്ട്. നമുക്കിപ്പോൾ നാട്ടിൽ നമുക്ക് വാങ്ങാൻ പറ്റുന്നൊരു ഡാക്ക് എന്ന് പറയുമ്പോൾ ഈ ഒരു ഡാക്കാണ് 2000 2500 രൂപയ്ക്കകത്തൊക്കെ വരുന്നൊരു ഡാക്ക്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇതിന് മുമ്പ് എൻ്റെ ചാനൽ ഇട്ടിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും, നിങ്ങൾക്ക് അവിടെ നിന്ന് അത് പോയി കാണാമെന്നുള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ ഇപ്പോൾ ഒരു സംസാര വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓട്ടിച്ച് പറഞ്ഞു പോവുകയാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട സാധനങ്ങൾ ഒന്ന് റാസ്ബെറി പൈ, പിന്നെ ഉള്ളത് ഒരു ഡാക്ക്, പിന്നെ നല്ലൊരു മെമ്മറി കാർഡ് വേണം. സാംസങ്ങിൻ്റെ ഈവോയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. സാൻഡിസ്ക് ഉണ്ട്, അതിനെക്കാട്ടി സാംസങ്ങിൻ്റെ ഈവോയാണ് കുറച്ച്, ഈവോ ക്ലാസ് 10 ആണ് കുറച്ചുകൂടെ നല്ലത്. ഇതൊരു 64 GB വേർഷനാണ് ഈ ഒരു സാധനം. നിങ്ങൾ ഒരു 64 GB ഒന്നും വേണ്ട, നിങ്ങൾക്ക് ഒരു 32 GB കാർഡൊക്കെ മതിയാവും. ഓക്കെ, പിന്നെ വേറൊരു കാര്യം, നല്ല കാർഡ് വാങ്ങുക. ഇതിൽ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പിശുക്ക് കാണിക്കരുത്. ഈ ഒരു കേസിൽ ഒരുപാട് ആൾക്കാർ പിശുക്കുന്നുണ്ട് ക്യാഷിൻ്റെ കേസിൽ, അത് പൈസ ഇല്ലാത്തതുകൊണ്ടാകും. ഓക്കെ, പക്ഷേ ഈ ഒരു കാര്യം ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാതെ ഈ ഒരു കാര്യങ്ങൾ നടക്കത്തില്ല. നമ്മുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് നമുക്കത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഈ പറഞ്ഞ പോലെ ക്യാഷ് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. ക്യാഷ് ചിലവാക്കിയാലേ ഇതൊക്കെ വാങ്ങാൻ പറ്റുള്ളൂ. ഈ രണ്ട് സാധനം വാങ്ങി ഇത് ചെയ്ത് വരുമ്പോൾ തന്നെ ഏകദേശം 11,000 രൂപ നമ്മളെ കയ്യിൽ നിന്ന് ചിലവാകുന്നൊരു പരിപാടിയാണ്. പക്ഷേ ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി എന്ന് വെച്ചാൽ അസാധ്യ ക്വാളിറ്റി. നമ്മുടെ ഫോണിൽ നോർമലി ഉള്ള നമ്മുടെ ഫോണിലുള്ളതിനെക്കാട്ടി അസാധ്യമായിട്ടൊരു ഓഡിയോ ക്വാളിറ്റി നമുക്ക് ഇതിനകത്ത് കിട്ടും. പ്ലസ് ഒരു നല്ലൊരു സ്ട്രീമർ നമുക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ, ഓൺലൈനായിട്ട് സ്ട്രീമർ നമുക്ക് പാട്ട് കേൾക്കുന്ന സാധനം വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു എമൗണ്ട് അവിടെ ചിലവാക്കേണ്ടതായിട്ടുണ്ട്. 10,000-40,000 ആ റേഞ്ചൊക്കെ ചിലവാക്കണം. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ ആ ഒരു സാധനം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതുപോലെ ടച്ച് ഡിസ്പ്ലേ ഒക്കെ വെച്ച് നമുക്ക് അതല്ലാന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ ഒരു ഫോൺ ഉപയോഗിച്ച് നമുക്ക് അത് കൺട്രോൾ ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. പ്ലസ് യൂട്യൂബ്, സ്പോട്ടിഫൈ പോലുള്ള സംഭവങ്ങൾ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗുണമായിട്ടുള്ളത്. അപ്പോൾ അത് സാധാരണ ഒരു ലോക്കൽ USB മോഡിയുള്ളോ അതിലൊന്നും നമുക്ക് പറ്റത്തില്ല. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ചിലവ് കുറച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് റാസ്ബെറി പൈ എന്നുള്ളൊരു ഓപ്ഷൻ. ഓക്കെ, ഇതിനെ എതിർക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് അറിഞ്ഞൂടാതെ ആണ് ഒരുപാട് ആൾക്കാർ ഇതിനെക്കുറിച്ച് എതിർക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ നാട് ഒരുപാട് പുറകിലുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലുള്ള ഒരു ടെക്നോളജി വൈസ് നോക്കുമ്പോൾ ഇതുപോലത്തെ പാട്ടിൻ്റെ ആംപ്ലിഫയറിൻ്റെ കാര്യങ്ങളൊക്കെ ഒരുപാട് പുറകിലോട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ചാൽ അപ്ഡേറ്റ് വേർഷൻ ഐറ്റംസ് ഒക്കെയാണ് ഇതെല്ലാം. ഇതിനെക്കാട്ടി അപ്ഡേറ്റ് വേർഷൻ ഓറഞ്ച് പൈ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ ഡാക്കുകൾ യൂസ് ചെയ്യുന്ന ഒരുപാട് ഡാക്കുകൾ യൂസ് ചെയ്യുന്ന ഹൈ എൻഡ് ഡാക്കുകളൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം നമ്മളെ പോലുള്ള ഒരു പാവപ്പെട്ട ഒരാളിന് നമുക്ക് ഏറ്റവും ചിലവ് കുറഞ്ഞ് ഉപയോഗിക്കാൻ പറ്റുന്ന ഡാക്കുകളൊരു ഡാക്കാണ് ഈ ഒരു ഡാക്ക് എന്ന് പറഞ്ഞാൽ ഒരു 10,000 രൂപയ്ക്കകത്ത് ഒരു 11,000 രൂപയ്ക്കകത്ത് ഉപയോഗിക്കാൻ പറ്റുന്നത്. പിന്നെ ഇനി വരുന്ന ഫോസി ഓഡിയോയുടെ ഡാക്കുണ്ട്, അതിന് ഒരു 15,000 ആ റേഞ്ചൊക്കെയാണ് വരുന്നത്. നമുക്ക് അതിൻ്റെ റിവ്യൂ ഉടനെ ചെയ്യാൻ, അത് ഞാനത് വാങ്ങിയിട്ടുണ്ട്, ഇത് ഉടനെ വരും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അത് വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഇപ്പോൾ
ഇതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വളരെ ചിലവ് കുറച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് ഇത്. ഞാൻ ഇപ്പോൾ ഒരുപാട് ഓട്ടിച്ചൊന്നും പോകുന്നില്ല. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു ലാപ്ടോപ്പ് വേണം. ഇത് നല്ലൊരു ലാപ്ടോപ്പ് നമ്മളെ കയ്യിലാണ്. നല്ലതെന്ന് വെച്ചാൽ ഇത് പഴയതാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു ലാപ്ടോപ്പേ ഉള്ളൂ. ഈ ഒരു ലാപ്ടോപ്പ് വേണം, അല്ലെങ്കിൽ ഒരു ഡെസ്ക്ടോപ്പ് വേണം. അതിനകത്ത് നിങ്ങൾ ഒളിമിയോ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഡിസ്പ്ലേ ചെറിയ കംപ്ലൈൻറ്റ് ചേച്ചിയുടെ പിള്ളേർക്ക് പഠിക്കാൻ കൊടുത്തപ്പോൾ ചേച്ചിയുടെ പിള്ളേർ ബോൾ എടുത്ത് എറിഞ്ഞ് പൊട്ടിച്ച് ഡിസ്പ്ലേ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒളിമിയോ നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. അതിന് ഗൂഗിൾ ക്രോമിൽ കയറി നമ്മൾ ഒളിമിയോ ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒളിമിയോ ഡൗൺലോഡ് എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കണം, ജസ്റ്റ് ഒന്ന് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഗൂഗിളിൽ കയറിയിട്ട് ജസ്റ്റ് സെർച്ച് ചെയ്യുമ്പോൾ ഇതിൽ കാണുന്നത് ഗെറ്റ് സ്റ്റാർട്ട് ഒളിമിയോ എന്ന് പറഞ്ഞൊരു സംഭവം വരും. അതിനകത്താണ് നമ്മൾ ഫസ്റ്റ് കാണുന്ന സംഭവം. ഗെറ്റ് സ്റ്റാർട്ട് ഒളിമിയോ എന്ന് പറയുന്ന ഒരു ഇത് വരും. അതിനകത്താണ് നമ്മൾ ജസ്റ്റ് ഇത് കയറുക, അതിനകത്തോട്ട് കയറുക. ഓക്കെ, അപ്പോൾ അവരുടെ തന്നെ മെയിൻ സൈറ്റാണ്. അതിനകത്തോട്ട് നമ്മൾ കയറുന്നു. അപ്പോൾ കേട്ടോ ഒളിമിയോ അവരുടെ ഒരു ഇതിലേക്ക് വരികയാണ്. അപ്പോൾ ഒരു ഹെഡ്സെറ്റൊക്കെ വെച്ച് ഒരാളങ്ങനെ ഇരിപ്പുണ്ട്, ഒളിമിയെ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളിനെ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുക, അക്സെപ്റ്റ് ചെയ്യണോ വേണ്ട എന്നൊക്കെ ചോദിക്കാം. നമുക്ക് അക്സെപ്റ്റോ റിജക്റ്റോ അത് നിങ്ങളുടെ ഇഷ്ടമാണ് സബ്മിറ്റ് ചെയ്യുക. ഞാൻ ഇപ്പോൾ അക്സെപ്റ്റാണ് കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളത് എടുത്തിട്ട് നേരെ താഴോട്ട് പോകണം. ഇങ്ങനെ ജസ്റ്റ് താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഇതിനകത്ത് റാസ്ബെറി പൈക്ക് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയറും കാണും. നിങ്ങൾക്ക് വിൻഡോസിന് വേണ്ടിയിട്ട് PC-ക്ക് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ നമുക്ക് ഇതിനകത്ത് കാണും. അപ്പോൾ 64 വെർഷനും 86 വെർഷനും നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. നമുക്കിപ്പോൾ വേണ്ടത് റാസ്ബെറി പൈക്ക് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയറാണ്. അപ്പോൾ നമ്മളിത് ജസ്റ്റ് ഇവിടെ ഡൗൺലോഡ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് റാസ്ബെറി ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 3.785 ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വെർഷൻ. 16/12/2024 ആ സോഫ്റ്റ്വെയർ അവർ റിലീസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 500 MB-ക്കകത്തൊക്കെ വരുമെന്നാണ്, 1 GB-ക്കകത്ത് വരുമെന്നാണ് തോന്നുന്നത്. ഓരോ സമയത്ത് ഓരോ ഇതാണ്. ചിലപ്പോൾ ഫയൽ സൈസ് കൂടി വരും. ഇപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 500 MB-ക്കകത്ത് അകത്തൊക്കെ വരുന്നൊരു ഫയൽ സൈസിലാണ് ഈ ഒരു സോഫ്റ്റ്വെയർ വരുന്നത്. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്ത് എടുക്കുക. ഡൗൺലോഡ് ചെയ്ത് എടുത്തതിന് ശേഷം ഞാനിത് ഓൾറെഡി എൻ്റെ കമ്പ്യൂട്ടറിനകത്ത് ഡൗൺലോഡ് ചെയ്ത് വച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു ഞാൻ. ഓക്കെ, അപ്പോൾ ഇനി ഇതിനകത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അടുത്തിനി നമുക്ക് വേണ്ട സാധനം എന്ന് വെച്ചാൽ നമുക്ക് ഈ സെയിം സോഫ്റ്റ്വെയർ റാസ്ബെറി പൈയുടെ തന്നെ ഇമേജറുണ്ട്. ആ റാസ്ബെറി പൈ ഇമേജർ അതാ ഈ കാണുന്ന സാധനം, റാസ്ബെറി പൈ ഇമേജർ. ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ആ ഒരു സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടറിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് ആ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് മെമ്മറി കാർഡിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. പക്ഷേ അത് ഒരു എങ്ങനെ ഒരു വല്ലാത്ത പണിയാണത്. നമ്മളത് ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ സമയം വെറുതെ വേസ്റ്റ് ചെയ്യുന്നൊരു സംഭവമാണ്. പിന്നെ ചില സമയത്ത് അത് ആവില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ ആവശ്യം നമുക്കില്ല. പകരം നമ്മൾ ചെയ്യേണ്ടത് ബലാന എച്ചർ എന്ന് പറഞ്ഞൊരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ് ബലാന എച്ചർ. ആ ബലാന എച്ചർ നമ്മൾ ഗൂഗിളിൽ പോയിട്ട് അതിനെ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഡൗൺലോഡ് ചെയ്തിട്ട് അത് കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യുക. അതാണ് ഞാൻ പറഞ്ഞത്. കമ്പ്യൂട്ടറിനെ കുറിച്ച് ചെറിയൊരു അറിവ് നമുക്കിത്, അത് വലിയ കൂടിയ നോളജ് ഒന്നും ഉണ്ട്, ചെറിയ അറിവുള്ള ആൾക്കാർക്കാണ് ഇത് ചെയ്യാനായിട്ട് വളരെ ഈസി ആയിട്ട് പറ്റുന്നത്. അപ്പോൾ ബലാന എച്ചർ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുക, അത് കമ്പ്യൂട്ടറിനകത്തോട് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്മറി കാർഡ് എടുക്കണം. ഇതാണ് നമ്മുടെ മെമ്മറി കാർഡ്. ഇപ്പോൾ എൻ്റെ കമ്പ്യൂട്ടറിനകത്ത് ഈ ഒരു അഡാപ്റ്റർ വെച്ച് നമുക്കത് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഈ അഡാപ്റ്റർ എടുത്തത്. അപ്പോൾ ഈ അഡാപ്റ്റർ വെച്ചതിന് ശേഷം നമ്മളത് കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, ഞാനിത് കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്തു. കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇപ്പം നമ്മുടെ മെമ്മറി കാർഡ് കമ്പ്യൂട്ടർ അക്സെപ്റ്റ് ചെയ്തു. അതിൻ്റെ ഒരു മെസ്സേജ് അവിടെ കാണിക്കും. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ബലാന എച്ചർ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ എൻ്റെ കമ്പ്യൂട്ടർ കുറച്ച് പഴയതാണ്, ഒരു 12 വർഷം പഴക്കമുള്ള കമ്പ്യൂട്ടറാണ്. അതുകൊണ്ട് അതൊന്ന് കറങ്ങി തിരിഞ്ഞൊക്കെ വരുള്ളൂ. അപ്പോൾ നിങ്ങളെ കമ്പ്യൂട്ടർ പുതിയ കമ്പ്യൂട്ടർ കാണുന്നത് വളരെ സ്പീഡിൽ വരും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബലാന എച്ചർ ഓപ്പൺ ആവട്ടെ, അതുവരെ ഞാൻ വീഡിയോ കട്ട് ചെയ്യാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ബലാന എച്ചർ ഓപ്പണായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലാഷ് ചെയ്യേണ്ട ഫയൽ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാനായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഏത് സോഫ്റ്റ്വെയർ ആണ് നമുക്ക് ആവശ്യം എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒളിമിയോ ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഒളിമിയോ നമുക്ക് ഇതിനകത്ത് വേണം. അപ്പോൾ ഞാനത് 2 സോഫ്റ്റ്വെയർ കിടപ്പുണ്ട്. ഒന്ന് പഴയതും ഒന്ന് പുതിയതുമാണ് ഇതിനകത്ത് കിടപ്പുള്ളത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു സോഫ്റ്റ്വെയർ അതിനകത്ത് കൊടുക്കുകയാണ്. ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ, ഞാനിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഡൗൺലോഡ് ചെയ്ത ഏതെങ്കിലും സോഫ്റ്റ്വെയറാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ഞാനത് സെലക്ട് ചെയ്തു. അപ്പോൾ അത് ഇതിനകത്ത് ഇനി ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒളിമിയോ 3 ആണ് വരുന്നത്. അതിനി നമുക്ക് ചെയ്യേണ്ടത് ഏതിലാണെന്ന്, മെമ്മറി കാർഡാണോ ഏതാണെന്ന് നോക്കണം. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആയിട്ട് അവിടെ നമ്മളിവിടെ കണക്ട് ചെയ്ത ഈ ഒരു ഭാഗത്ത് കണക്ട് ചെയ്തിട്ടുള്ള മെമ്മറി കാർഡ് ആ ഒരു ഭാഗത്ത് കാണിക്കുന്നു. കണ്ടില്ലേ, മെമ്മറി കാർഡ് അവിടെ കാണിക്കുന്നുണ്ട്. മെമ്മറി കാർഡാണ് 64 GB മെമ്മറി കാർഡാണെന്നുള്ളത് കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഇവിടെ ഫ്ലാഷ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഈ ഫ്ലാഷ് എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ
ആ മെമ്മറി കാർഡിലോട്ട് ഇത് ഫ്ലാഷ് ചെയ്യും. അതിന് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. കാര്യം എന്താ വെച്ചാൽ പതുക്കെ സ്റ്റാർട്ട് ചെയ്ത് ആണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ അനുവാദം ചോദിക്കും, ഇത് ചെയ്യട്ടെ എന്നുള്ളത്. കമ്പ്യൂട്ടർ നമ്മളത് അനുവാദം ചോദിക്കുന്നു, നമ്മളത് കൊടുക്കുന്ന സമയത്ത് അത് സ്റ്റാർട്ടിങ്. ഇത് അറിയാവുന്ന ആൾക്കാർക്ക് വളരെ ഈസിയാണ്. അപ്പോൾ അവർക്ക് ഞാൻ പറയുന്നത് വളരെ കോമഡി ആയിട്ട് തോന്നും. പക്ഷേ അറിഞ്ഞുകൂടാത്ത ആൾക്കാർക്ക് ഇതൊരു പുതിയൊരു അറിവായിട്ട് തോന്നും. ചിലപ്പോൾ ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഒറ്റ പ്രാവശ്യം. ചിലപ്പോൾ നിങ്ങൾ വീഡിയോ 1-2 പ്രാവശ്യം കണ്ടത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. മനസ്സിലാക്കിയെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ബലാന എച്ചർ നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് ബലാന എച്ചർ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അത് ഓപ്ഷൻ ഡൗൺലോഡ് ചെയ്യുക, കമ്പ്യൂട്ടറിലോട് ഇൻസ്റ്റാൾ ചെയ്യുക. അത്രയും മാത്രമാണുള്ളത്. ഈ റാസ്ബെറി പൈയുടെ ഇമേജർ വഴി ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു വല്ലാത്ത സംഭവമാണ്. അത് തലയ്ക്ക് വട്ടുപിടിക്കുന്ന പരിപാടി, ഒരുപാട് സമയമെടുക്കും. പിന്നെ ഇതിനിടയിൽ ഇതൊക്കെ ഒന്ന് ആവട്ടെ. അപ്പോൾ അതിനിടയിൽ ഞാനൊരു കാര്യം പറയാം. നമ്മളെ കയ്യിൽ ഒന്നുകിൽ വൈഫൈ കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു മോഡം വേണം, വീട്ടിൽ നെറ്റ് കണക്ഷൻ വേണം. അത് ജിയോ, കേരള വിഷനോ അതുപോലുള്ള ഏതെങ്കിലും ഒരു നെറ്റ് കണക്ഷനും പ്ലസ് വൈഫൈ മോഡം നമ്മുടെ കയ്യിൽ ആവശ്യമായിട്ടുണ്ട്. ഇനി അതില്ലാത്ത ആൾക്കാർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ 2 ഫോൺ നിങ്ങളുടെ കയ്യിൽ മസ്റ്റായിട്ട് വേണം. അപ്പോൾ ഒരു സെക്കൻഡറി ഫോണും നമ്മളെ ലോക്കൽ മെയിൻ ആയിട്ടുള്ളൊരു ഫോണും നമ്മുടെ കയ്യിൽ വേണം. മെയിൻ ഫോണിൽ നിങ്ങൾ വൈഫൈയിൽ ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്യുക. ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്തതിനു ശേഷം നിങ്ങൾ സെക്കൻഡറി ഫോണ് നിങ്ങൾ വൈഫൈ ഓൺ ചെയ്ത് ഈ ഒരു ഫോണായിട്ട് കണക്ട് ചെയ്തതിനു ശേഷം ആ ഫോണ് വേണം നമ്മൾ റാസ്ബെറി ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ഞാനത് ഇനി കുറച്ച് കഴിഞ്ഞ് പറഞ്ഞുതരാം. ഇതൊക്കെ ഒന്ന് ഓക്കെ ആയതിനു ശേഷം പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനെയാണ് വേണ്ടത്. ഇനി ഒരു കാര്യം നിങ്ങൾ പിന്നീട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ചാർജർ നിങ്ങളുടെ കയ്യിൽ വേണം. മൊബൈൽ ചാർജർ നിങ്ങളുടെ കയ്യിൽ വേണം. ഇതിപ്പോൾ വിവോയുടെ ചാർജറാണ്. നിങ്ങൾക്ക് MIയുടെ ചാർജർ വാങ്ങാം. ഒരു 600 രൂപ ചാർജറിനും 200 രൂപ കേബിളിനും വിലയുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ, ആമസോണിൽ നിന്ന് വാങ്ങാനുള്ള ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് MI സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞാൽ കിട്ടും. MI സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞാൽ ഒറിജിനൽ ചാർജറും അതിൻ്റെ കേബിളും നിങ്ങൾക്ക് കിട്ടും. അത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നോയ്സ് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഓഡിയോ നമ്മൾ പാട്ട് കേൾക്കുന്ന സമയത്ത് ആംപ്ലിഫയറിൽ കണക്ട് ചെയ്യുമ്പോൾ നോയ്സ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലത് വിവോയുടെയും MIയുടെയും ചാർജേഴ്സാണ്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒട്ടും തന്നെ നോയ്സ് ഇല്ലാതെ കിട്ടും. ലോക്കലി കിട്ടുന്ന ചാർജർ യൂസ് ചെയ്തതിന് ഉറപ്പായിട്ടും നിങ്ങളുടെ ഓഡിയോ ഔട്ട്പുട്ടിൽ നോയ്സ് ആയിരിക്കും വരുന്നത്. അത് എൻ്റെ ഒരു അനുഭവമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാൻ ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി ഇത് ഡീകംപ്രസ് ചെയ്ത് ഫ്ലാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. കുറച്ച് സമയം എടുക്കും. ഞാൻ പറഞ്ഞില്ല, ഒരു 5 മിനിറ്റ് ചിലപ്പോൾ എടുത്തെന്നിരിക്കാം. ഇനി ഫ്ലാഷ് ചെയ്ത് അത് ഒന്ന് ഓക്കെ ആയി എല്ലാം അത് ചെക്ക് ചെയ്തതിന് ശേഷം അത് ഓക്കെ ആക്കുള്ളൂ. അപ്പോൾ അത് ഓക്കെ ആണെന്ന് നമ്മളടുത്ത് ഇങ്ങോട്ട് പറയും. ഫ്ലാഷ് അനദർ എന്നൊരു സംഭവം കൂടെ അതിനകത്ത് കാണിക്കും. ഓക്കെ, അപ്പോൾ നല്ല ചാർജർ വേണം, നല്ലൊരു ടൈപ്പ് സി കേബിളാണ്. നല്ല ടൈപ്പ് സി കേബിൾ തന്നെ നമുക്ക് വേണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു 200-250 രൂപയ്ക്കകത്തുള്ള MI സ്റ്റുഡിയോയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ചാർജറും അതിൻ്റെ കേബിളും കൂടെ കിട്ടും. ഒരു 800 രൂപയ്ക്കകത്തുള്ള പ്രൈസ് നിങ്ങൾക്ക് വരും. ഓക്കെ, പിന്നെ റാസ്ബെറി പൈ 2 3 2 വേണ്ട, നമുക്ക് 3 4 എടുക്കാം. 2ൽ റാസ്ബെറി പൈ 2ലും 1ലും വൈഫൈ ഡയറക്റ്റ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 3യും നിങ്ങൾക്ക് 3യും 4ഉം 5ഉം പറയുന്നത്. 5നേക്കാട്ടി നല്ലത് 4ആണ്. കാര്യം വളരെ ഈസി ആയിട്ട് കാര്യം നടക്കും. 5ൽ കുറച്ച് പണി എടുക്കേണ്ടി വരും ചെയ്യാനായിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഫിനിഷിംഗ് ആണ്. നമ്മളെ സോഫ്റ്റ്വെയർ കാർഡിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നതിൻ്റെ ഒരു ഫിനിഷിംഗ് ആണ് അവിടെ നടക്കുന്നത്. ആ ഫിനിഷിംഗ് എല്ലാം കഴിഞ്ഞ് ചെക്കിംഗ് ഒക്കെ ചെയ്ത് എല്ലാം ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് എഴുതി കാണിച്ചിട്ട് ട്രൈ അനദർ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം കൂടെ കാണിക്കാനത്. ഇത്രയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതൊന്ന് ഇൻസ്റ്റാൾ ആവട്ടെ. ഇൻസ്റ്റാൾ ആയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇത് ഇൻസ്റ്റാൾ ആയിക്കഴിഞ്ഞാൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മെമ്മറി കാർഡ് ഊരി എടുത്തതിന് ശേഷം നമ്മൾ റാസ്ബെറി പൈയുടെ ഈ ഒരു മെമ്മറി കാർഡ് ഇടേണ്ട ഭാഗമുണ്ട്. അവിടെയാണ് നമ്മൾ ആ മെമ്മറി കാർഡ് ഇടാനായിട്ടുള്ളത്. ഇട്ടതിന് ശേഷം നമ്മൾ ടൈപ്പ് സി കേബിൾ ഉണ്ടല്ലോ, ആ ടൈപ്പ് സി കേബിൾ അതിൽ കൊടുക്കാനുള്ള പോർട്ട് നമുക്കിവിടെ വരുന്നുണ്ട്. ഈ പോർട്ടിൽ കൊടുത്തതിന് ശേഷം നിങ്ങൾ റാസ്ബെറി ഓൺ ആക്കണം. ഓൺ ആക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ ഡാക്ക് ഇപ്പോൾ ഡാക്ക് ഇല്ലെങ്കിൽ നമുക്കത് ഉപയോഗിക്കാം. ഈ ഹെഡ്ഫോൺ വഴി അതിൻ്റെ ഔട്ട് വരും. ഡാക്ക് യൂസ് ചെയ്യും. നമ്മൾ മെയിൻലി ഈ ഒരു ഡാക്ക് യൂസ് ചെയ്യുക എന്നുള്ളതാണല്ലോ നമ്മുടെ ലക്ഷ്യം ഇവിടെ. അപ്പോൾ ഡാക്ക് ഈ ഒരു സാധനം ഓൺ ആക്കുന്നതിന് മുമ്പ് ഡാക്ക് ഇതിലോട്ട് കണക്ട് ചെയ്ത് വയ്ക്കുക. അത് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ജസ്റ്റ് കണക്ട് ചെയ്ത് വയ്ക്കുക. അത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ സെറ്റിങ്സ് ഒക്കെ വരുന്ന സമയത്ത് ഡാക്കിനെ കുറിച്ച് അവന്മാർ അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് ഡാക്ക് കറക്റ്റായി കൊടുത്താൽ മാത്രമേ നമുക്കത് ശരിയാക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ സോഫ്റ്റ്വെയർ ഒന്ന് ഓക്കെ ആയി വരട്ടെ, എന്നിട്ട് നമുക്ക് അതിലിട്ട് ഓൺ ചെയ്യാം. ഫ്രണ്ട്സ്, നമ്മുടെ മെമ്മറി കാർഡ് സക്സസ്ഫുള്ളായിട്ട് ഫ്ലാഷ് ചെയ്ത് കഴിഞ്ഞു. ഫ്ലാഷ് കംപ്ലീറ്റ് എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. ഫ്ലാഷ് അനദർ എന്ന് പറഞ്ഞും കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സമയത്ത് നമുക്ക് ജസ്റ്റ് സോഫ്റ്റ്വെയർ കട്ട് ചെയ്ത് കളയാം. ഇനി നമ്മളൊന്നും ചെയ്യാനായിട്ടൊന്നുമില്ല. പിന്നെ നമുക്ക് മെമ്മറി കാർഡ് റിമൂവ് ചെയ്തെടുക്കാം.
അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇവിടെ റിമൂവ് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മളിത് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്തെടുത്തു. എടുത്തതിന് ശേഷം മെമ്മറി കാർഡ് ഇങ്ങനെ വലിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മെമ്മറി കാർഡിനകത്ത് ഇപ്പോൾ ഒളിമിയോ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു റാസ്ബെറിയുടെ അകത്തേക്ക് ജസ്റ്റ് ഈ ഒരു റാസ്ബെറിയുടെ ഈ ഒരു പോർട്ടിലേക്ക് നമ്മൾ ഇതൊന്ന് ജസ്റ്റ് തള്ളി വിടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ട വെച്ചാൽ നിങ്ങളുടെ വീട്ടിലെ വൈഫൈ ഓൺ ആയിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫോണും മറ്റൊരു ഫോണുമായിട്ട് ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്ത് അതുവഴി നിങ്ങളെ വൈഫൈ ആയിട്ട് ആ ഫോണിൽ ഇൻ്റർനെറ്റ് കണക്റ്റഡ് ആയിരിക്കണം. അത് എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റാസ്ബെറിയെ നമുക്ക് ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യണം. അങ്ങനെ ഫസ്റ്റ് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ ഈ ഒരു വൈഫൈ ഈ ഒരു റാസ്ബെറിയിൽ നിന്നും വരുന്ന വൈഫൈ നെറ്റ്വർക്ക് നമ്മൾ ഈ ഒരു ഫോണുമായിട്ട് കണക്ട് ചെയ്യണം. അങ്ങനെ കണക്ട് ചെയ്യാൻ കാണിച്ചു തരാം. കണക്ട് ചെയ്തിട്ട് വേണം നിങ്ങളത് റാസ്ബെറിയിലോട്ട് മെയിനായിട്ടുള്ള വൈഫൈ മോഡത്തിൻ്റെ ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ നമ്മൾ കൊടുക്കേണ്ടത് ഇതുപോലുള്ള ഒരു ഫോൺ വഴിയാണ്. അപ്പോൾ ഇതിൽ ഈ ഒരു പ്രശ്നമാണ് എല്ലാവർക്കും പറ്റുന്നത്. എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ ഒരു റാസ്ബെറി ഓൺ ചെയ്യാം. റാസ്ബെറി ഓൺ ആവുന്ന സമയത്ത് ഇതിൻ്റെ പുറകിൽ ഒരു 2 കുഞ്ഞ് LED കാണാൻ പറ്റും. അത് സ്റ്റാറ്റസ് ആണ്. അപ്പോൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ചുവപ്പായിട്ടും ഇവിടെ ഒരു പച്ച LED മിന്നി കത്തും. ബൂട്ടാവുന്നതിനനുസരിച്ച് അത് മിന്നി കത്തുന്നതായിട്ടാണ് വരുന്നത്. ബാക്കിയുള്ള എല്ലാ വർക്കിങ്ങും ചെയ്യുന്നതിന് പാട്ട് കേൾക്കുമ്പോഴും പാട്ട് ഓഫ് ആക്കുമ്പോഴും അതിനനുസരിച്ച് ഇവിടെ ഒരു LED ബ്ലിങ്ക് ചെയ്ത് കത്തുന്നതായിട്ട് കാണാം. അപ്പോൾ റാസ്ബെറി അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ റെഡ് കളർ ലൈറ്റ് മാത്രമാണ് കത്തി നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്ലാഷ് ചെയ്തത് ശരിയായില്ല, അതുകൊണ്ട് ബൂട്ടായില്ല എന്നുള്ളതാണ് അർത്ഥം. നിങ്ങൾ ചെയ്തത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ പച്ച ലൈറ്റ് മിന്നി കത്തും. ഇനി മറ്റൊരു കാര്യം, നിങ്ങൾ ഉപയോഗിക്കുന്ന ചാർജറിന് ഒട്ടും ആംബിയർ ഇല്ലാന്നുണ്ടെങ്കിൽ ഈ റെഡ് കളർ ലൈറ്റ് മിന്നി നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് പൈസ ചിലവാക്കി ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമാണ്, അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ മാത്രമേ ഇത് ചെയ്യാനായിട്ടും പോവുക. അത്യാവശ്യം പൈസ ചിലവുള്ളൊരു പരിപാടിയാണ്. പിശുക്ക് കാണിക്കുന്ന ആൾക്കാർക്ക് ഇത് പറ്റുന്ന പരിപാടിയല്ല. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ചാർജർ ജസ്റ്റ് കറണ്ടിൽ കൊടുത്തിട്ട് അതിന് ഇവിടെ കൊടുക്കുമ്പോൾ ഉള്ള കാര്യമാണ് കാണിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ഞാനിത് റാസ്ബെറിയിൽ ഈ ഒരു കണക്ഷൻ കൊടുക്കാനായിട്ട് പോവുകയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ഞാൻ കൊടുത്ത സമയത്ത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഒരു പച്ച ലൈറ്റ് മിന്നുന്നു, ഒരു ചുവപ്പ് ലൈറ്റ് കത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇത് ഓണായി വരാനായിട്ട് നമുക്ക് ജസ്റ്റ് ഒരു 1.5 മിനിറ്റൊക്കെ നമ്മളതിന് സമയം കൊടുക്കണം. അപ്പോഴേ പതുക്കെ ബൂട്ട് ചെയ്ത് അതൊന്ന് ഓണായി വരുന്ന സമയമാണ് നമ്മളവിടെ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത് ചെയ്യേണ്ട കാര്യം, ഇതിപ്പോൾ ഒന്ന് ബൂട്ടായി വന്ന് ഒരു 10 മിനിറ്റ് ഒരു 1.5 മിനിറ്റ് സമയം നമ്മളതിന് കൊടുക്കണം. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലത്തെ ഒരു ഫോൺ എടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈഫൈ, ഞാൻ എൻ്റെ വീട്ടിൽ വൈഫൈ മോഡം ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഫോൺ ഓൾറെഡി വൈഫൈ മോഡായിട്ട് കണക്റ്റഡ് ആണ്. ഇപ്പം നിലവിൽ ആ വൈഫൈ ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് ഫസ്റ്റ് കണക്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റാസ്ബെറി ഉണ്ടല്ലോ, ആ റാസ്ബെറി ഒന്ന് ബൂട്ടായി ഓണായി വരുന്നതിന് ശേഷം ആ റാസ്ബെറിയിൽ നിന്നും ഒരു വൈഫൈ അഡ്രസ്സ് നമ്മുടെ ഫോണിലേക്ക് കിട്ടും. നമ്മുടെ ഫോണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ എത്ര ഫോണുണ്ടോ അത്രയും ഫോണിലും കിട്ടും അതിൻ്റെ ആ ഒരു വൈഫൈ അഡ്രസ്സ്. ആ അഡ്രസ്സ് വഴി നമ്മൾ റാസ്ബെറിയുടെ ഒളിമിയോ എന്ന് പറയുന്ന ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഇൻ്റർഫേസിലോട്ട് കയറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫോൺ വഴി അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലോട്ട് വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് എന്തിനു വരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ആ ഒരു വൈഫൈ അഡ്രസ്സ് നമ്മുടെ ഫോണിലേക്ക് വരുന്നു. നമ്മൾ ആ അഡ്രസ്സ് വഴി നമ്മൾ ഈ റാസ്ബെറിയിലുള്ള സോഫ്റ്റ്വെയറിനകത്തോട്ട് കയറിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വീട്ടിൽ ഉപയോഗിക്കുന്ന വൈഫൈ മോഡം ഉണ്ടല്ലോ, ആ മോഡത്തിൻ്റെ ഇൻ്റർനെറ്റ് നമ്മുടെ ഈ ഒരു റാസ്ബെറി ആയിട്ട് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഒരു സോഫ്റ്റ്വെയർ ആ ഒരു ഒളിമിയോയുടെ ഒരു വൈഫൈ അഡ്രസ്സ് നമ്മുടെ ഫോണിലോട്ട് നമ്മുടെ റാസ്ബെറി അയക്കുന്നത്. അപ്പോൾ നമ്മളത് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഇപ്പോൾ അത് ഓണായി കാണും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാനിങ്ങനെ എടുത്തതിന് ശേഷം ജസ്റ്റ് താഴോട്ട് താക്കുന്നു. അപ്പോൾ എൻ്റെ ഒരു വൈഫൈയുടെ ഒരു ആ സെക്ഷൻ കണ്ടല്ലോ, അതിന് ഞാൻ ലോങ് പ്രസ് ചെയ്യുന്ന സമയത്ത് സെറ്റിങ്സിലോട്ട് പോകും. അപ്പോൾ ഇതിനകത്ത് നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒളിമിയോ എന്ന് ഇപ്പോൾ അടിയിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ, ഒളിമിയോ 9214 എന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോൺ ആ ഒരു ഒളിമിയായിട്ട് കണക്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കണ്ടില്ലേ, കണക്റ്റഡ് എന്ന് എഴുതി കാണിക്കുന്നുണ്ട്, ഒളിമിയായിട്ട് കണക്റ്റഡ് എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ചെയ്യുന്നത്, നമ്മളെ ഫോണിൻ്റെ ഇപ്പോൾ മെസ്സേജൊക്കെ വരുന്ന പോലെ നമുക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരും. നമ്മൾ സാധാരണ നമ്മുടെ ഫോണിൽ വാട്സപ്പിലൊക്കെ ഫേസ്ബുക്കിൽ നിന്നോ എവിടെയെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ വരുമല്ലോ, അതുപോലെ ഒരു നോട്ടിഫിക്കേഷൻ നമ്മുടെ ഫോണിലോട്ട് വരും. കേട്ടോ, സൈൻ ഇൻ ടു വൈഫൈ നെറ്റ്വർക്ക് വോളിമിയോ എന്ന് എഴുതി കാണിക്കും. നമ്മൾ ഇതിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടോ, നമ്മുടെ ഫോണിൽ
ആ വോളിമിയോയുടെ സോഫ്റ്റ്വെയറിൻ്റെ ഇൻ്റർഫേസ് ഫസ്റ്റ് തുറന്നത് ഇംഗ്ലീഷാണോ വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ ഇംഗ്ലീഷാണ് വേണ്ടത്, നമ്മൾ ഇംഗ്ലീഷ് സെലക്ട് ചെയ്തു. ജസ്റ്റ് നെക്സ്റ്റ് അടിച്ച് പോകുന്നുണ്ട്. ഓളീമിയ അതിൻ്റെ നൈം ഓളീമിയ ആണ്. അപ്പോൾ നമ്മളത് അതിനകത്ത് അവർ ഓട്ടോമാറ്റിക്കലി അത് എഴുതിയിട്ടുണ്ട് ഓളീമിയ എന്നുള്ളത്. അത് നമ്മൾ കൊടുത്തു, ഒളിമിയ വെച്ചു. നമ്മൾ ഏതെങ്കിലും ഡാക്ക് യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് ഇവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളത് നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ഈ ഒരു റാസ്ബെറി സെറ്റപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഡാക്ക് അതിനകത്ത് കൊടുത്തിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് അവർ ചോദിക്കുന്നുണ്ട് നമ്മൾ ഡാക്ക് യൂസ് ചെയ്യുന്നുണ്ടോ. എസ് എന്നുള്ളൊരു ഓപ്ഷനാണ് നമ്മൾ കൊടുക്കാനായിട്ടുള്ളത്. ഓക്കെ, എസ് കൊടുക്കുന്നു. ഇനി ഏത് ഡാക്കാണെന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ലോകത്ത് ഇഷ്ടം പോലെ ഡാക്ക് അല്ലോ ബോസ് കിട്ടുന്നുണ്ട്, അല്ലോ DG 1 എന്ന് ഡാക്ക് കിട്ടുന്ന ആപ്പിളിൻ്റെ ഡാക്ക് വരെ നമ്മുടെ ലോകത്ത് പല സ്ഥലത്ത് അല്ലോ പിയാനോ കിട്ടുന്നുണ്ട്, ആപ്പിൾ പൈ ഡാക്ക് കിട്ടുന്നുണ്ട്. കണ്ടില്ലേ, ഒരുപാട് ഡാക്കുകൾ നമ്മുടെ നാട്ടിൽ വാങ്ങാനായിട്ട് കിട്ടും. പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിൽ ഇതൊന്നും കിട്ടുന്നില്ല. ആ കൂടെ നമ്മുടെ ഇന്ത്യയിൽ കിട്ടുന്ന ഹൈഫൈ ബെറി ഡാക്ക് നമുക്ക് കിട്ടുന്നുണ്ട്, IQ ആഡിയോ ഡാക്ക് കിട്ടുന്നുണ്ട്, റാസ്ബെറി പൈ ഡാക്ക് കിട്ടുന്നുണ്ട്. ഇത്രയും ഡാക്കാണ് നമ്മുടെ നാട്ടിൽ ഇപ്പം നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഏതാണ് ഉപയോഗിക്കുന്നത്? IQ ആഡിയോ ഡാക്കാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ IQ ആഡിയോ ഡാക്ക് പ്ലസ് ഉണ്ട്, IQ ആഡിയോ പൈ DG പ്ലസ് ഉണ്ട്, IQ ആഡിയോ പൈ DG ആം ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ IQ ആഡിയോ ഡാക്ക് പ്ലസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ IQ ആഡിയോ ഡാക്ക് പ്ലസ് എന്നൊരു ഓപ്ഷൻ ഇവിടെ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് അവർ ചോദിക്കുന്നത് നമ്മളിത് കറക്റ്റ് ഇത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ ഡാക്ക് വഴി ഇത് പാട്ട് കേൾക്കത്തില്ല. പകരം HDMI എന്നൊരു ഓപ്ഷൻ വരും, ഹെഡ്ഫോൺ എന്നൊരു ഓപ്ഷൻ വരും. അപ്പോൾ നമ്മൾ ഇതിൽ ഏതിലാണോ കൊടുക്കുന്നത് അതുവഴി ഔട്ട് വരുള്ളൂ. നമുക്ക് ഡാക്കാണ് ആവശ്യം. ഇവിടെ നമ്മൾ ഡാക്ക് പ്ലെയർ ആണ് ഉണ്ടാക്കുന്നത്, ഡാക്ക് അതിനകത്ത് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡാക്കാണ് വേണ്ടത്. നമ്മൾ ഉപയോഗിക്കുന്ന ഡാക്ക് ഏതാണോ അത് IQ ആഡിയോ ഡാക്ക് പ്ലസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അല്ല IQ ആഡിയോ ഡാക്ക് പ്രോ ആണെങ്കിലും നിങ്ങൾക്ക് IQ ആഡിയോ ഡാക്ക് പ്ലസ് കൊടുത്താൽ മതി. ഇനി ഇതേ സെയിം ഡാക്കിൻ്റെ കൂടെ ക്ലാസ് D ആമ്പ് വെച്ചിട്ടുള്ള ഒരു ഡാക്ക് വരുന്നുണ്ട്. 15+15 വാട്ട്സ് ഔട്ട്പുട്ടുള്ള ഒരു ഡാക്ക് വരുന്നുണ്ട്. ആ ഡാക്കാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ ഇതിനകത്ത് IQ ആഡിയോ ഇതാണ്ട ഞാൻ കാണിക്കാം. IQ ജസ്റ്റ് താഴോട്ട് വരട്ടെ. IQ ആഡിയോ പൈ DG പ്ലസ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് IQ ആഡിയോ പൈ DG ആമ്പ് പ്ലസ് എന്നൊരു ഓപ്ഷൻ ഇതിനകത്ത് വരുന്നുണ്ട്. IQ ആഡിയോ പൈ DG ആമ്പ് പ്ലസ് ആ ഓപ്ഷൻ കൊടുത്താലായിരിക്കും ഇതേ IQ ആഡിയോ ഡാക്കിൽ ക്ലാസ് D ആമ്പ് വെച്ചിട്ടുള്ള ഡാക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. അത് നമുക്ക് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിനകത്ത് ഓഡിയോ സിഗ്നൽ ഔട്ട് ഇതുപോലുള്ള ഔട്ട് അതിനകത്ത് കാണത്തില്ല. നമുക്കിപ്പോൾ അനലോഗ് ഔട്ട് എടുത്തിട്ട് നമ്മുടെ കയ്യിലുള്ള ഹൈ എൻഡ് ആംപ്ലിഫയറോ അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയ ആംപ്ലിഫയറിലോ കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സാധനം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പം ഇവിടെ കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ IQ ആഡിയോ ഡാക്ക് പ്ലസ് ആണ് നമ്മളോട് കൊടുക്കാനുള്ളത്. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ നെക്സ്റ്റ് അടിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ കണ്ടില്ലേ, ഇവർ ഇതിനകത്ത് ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കേരള വിഷൻ, എൻ്റെ വീട്ടിലുള്ള കേരള വിഷനാണ്, അത് നെറ്റ്വർക്കായിട്ട് കണക്ട് ചെയ്യണമെന്ന് ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. നിങ്ങളത് ഇപ്പോഴും ചെയ്യരുത്, പകരം അത് നെക്സ്റ്റ് അടിച്ച് പോകണം. അത് പിന്നീട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഞാനിത് പറയുന്നതെന്ന് വെച്ചാൽ ഇത് ഈ ഒരു നെറ്റ്വർക്ക് സെക്ഷനിൽ നിങ്ങൾ ജസ്റ്റ് നെക്സ്റ്റ് അടിച്ച് പോവുക. അടുത്ത 7ാമത്തെ സ്റ്റെപ്പ് നിങ്ങൾ നെക്സ്റ്റ് അടിച്ച് പോവുക. അതിനുശേഷം നിങ്ങൾ അവർ ചോദിക്കുന്ന ഓട്ടോമാറ്റിക് അപ്ഡേഷൻ ചെയ്യണമെന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്. അത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് നിങ്ങൾ വേണമെങ്കിൽ ഓൺ ഒന്ന് കൊടുത്തു കഴിഞ്ഞാലും ഓഫ് ഒന്ന് കൊടുത്താലും ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ എഴുതി കാണിക്കും ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്, അത് ചെയ്യണമെന്നുള്ളത് എഴുതി കാണിക്കും. അതുകൊണ്ട് നിങ്ങളത് ഓൺ ആക്കണം എന്ന് ഇല്ല, അത് ഓഫാക്കി തന്നെ വയ്ക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് അടിച്ച് ഡൺ അടിച്ച് പോവുക. അപ്പോൾ ഡാക്ക് നമ്മളിത് കണക്ട് ചെയ്തത് കൊണ്ട് തന്നെ ഇതിനകത്ത് റീസ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളതാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ നമ്മളത് അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. ഓക്കെ, നമ്മളത് കട്ട് ചെയ്ത് കളഞ്ഞു. ഓക്കെ, അപ്പോൾ ഇനി ഇതിനകത്ത് നിങ്ങൾ വളരെ പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യമേ നിങ്ങൾ ഇതിനകത്ത് നെറ്റ്വർക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇൻ്റർഫേസ് കട്ട് ചെയ്ത് പോവും. പിന്നീട് ഓളിമിയോ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഞാൻ പറയാം, അത് ഏറ്റവും ലാസ്റ്റ് ഞാൻ പിന്നെ പറയാം. ഇതിപ്പോൾ പറഞ്ഞാൽ എല്ലാം കൂടെ കുഴയും. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് ഓണായി വന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സൈഡിലൊരു 3 വര മുകളിലായിട്ട് കാണുന്നുണ്ടല്ലോ, ആ ഒരു 3 വരയിലോട്ടൊന്ന് തൊടുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ഓപ്പണായി വരും. അതിങ്ങനെ പതുക്കെ താഴോട്ട് നീക്കുമ്പോൾ ഇവിടെ നെറ്റ്വർക്ക് എന്നൊരു ഓപ്ഷൻ കാണും. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു സംഭവം പ്രസ് ചെയ്തതിന് ശേഷം ഏറ്റവും അടിയിൽ പോവുക. ഏറ്റവും അടിയിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് കണ്ട് ഇവിടെ വയർലെസ് ഒക്കെ നിങ്ങൾക്ക് വേണ്ടി കണ്ട ഇവിടെ വയർലെസ് നെറ്റ്വർക്ക് സ്റ്റാറ്റസ് ഒക്കെ അതിന് കാണിക്കുന്നുണ്ട്. വയർഡ് നെറ്റ്വർക്ക് കാണിക്കുന്നുണ്ട്. ഇവിടെ ഒരു IP അഡ്രസ്സ് ഒക്കെ കാണിക്കും, ഹോട്ട്സ്പോട്ടിൻ്റെ ഒരു IP അഡ്രസ്സ് ഒക്കെ കാണിക്കും. അത് പിന്നീട് നമുക്ക് നോക്കാം.